കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ, ബാക്കി വെച്ച കഥകൾ, കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. നമസ്കാരം. അഞ്ചലോട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കാറ്റും മഴയും വെയിലും വകവയ്ക്കാതെ വീട്ടുപടിക്കൽ ഒരു സന്തോഷവാർത്തയോ ആശ്വാസവാക്കോ കാത്തുനിൽക്കുന്നവർക്ക് മുന്നിലേക്ക് നടന്നെത്തിയ ആ പഴയ തപാൽക്കാലം ഓർമ്മയില്ലേ? നീണ്ട 25 വർഷങ്ങൾ, 100 കണക്കിന് കത്തുകൾ, ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും അറിഞ്ഞുള്ള നീണ്ട സേവനം. ഇന്ന് അഞ്ചലോട്ടത്തിൽ നമ്മോടൊപ്പമുള്ളത് വെള്ളമുണ്ട കട്ടയാട് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ KC തങ്കച്ചനാണ്. തൊണ്ടർനാട് കരിമ്പിൽ സ്വദേശിയായ KC തങ്കച്ചൻ 25 നീണ്ട വർഷങ്ങൾക്ക് ശേഷം തപാൽ വകുപ്പിൽ നിന്ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റൽ മേഖലയിലെ അനുഭവങ്ങൾ കേൾക്കാം. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയുടെ അഞ്ചലോട്ടം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? എന്റെ പേര് തങ്കച്ചൻ. ഞാൻ ഇവിടെ കരിമ്പിലാണ് താമസം, തൊണ്ടർനാട്. കട്ടയാട് പോസ്റ്റ് ഓഫീസിലാണ്, കട്ടയാട്. അതെ അല്ലേ? വർക്ക് ചെയ്യുന്ന. എത്ര നാളായി ഈ പോസ്റ്റ് ഓഫീസ് മേഖലയിലേക്ക് വന്നിട്ട്? 25 വർഷമായി. 25 വർഷമായി. ഇപ്പോഴും കട്ടയാട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായി സേവനം ചെയ്യുന്നു അല്ലേ? ഇപ്പൊ ഈ മാസം 26-ന് റിട്ടയർഡ് ആവുക. ആണോ? ആദ്യം മുതലേ പോസ്റ്റ്മാനായിട്ട് ഈ ഒരു പോസ്റ്റ് ഓഫീസിലാണോ ചെയ്തു തുടങ്ങിയിരുന്നത്? അത് ആദ്യം ഞാൻ തോൽപ്പെട്ടിയായിരുന്നു 1 മാസം. അതിനുശേഷമാണ് ഇവിടെ കട്ടയാടേക്ക് വന്നത്. എങ്ങനെയാണ് തങ്കച്ചൻ ചേട്ടനെ ഈ ഒരു ജോലി ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതായിരുന്നോ അതോ ഒരു തൊഴിൽ എന്ന രീതിയിൽ തെരഞ്ഞെടുത്തതാണോ? ഇഷ്ടപ്പെട്ട് ഒരു തൊഴിൽ എന്ന രീതിയിൽ എടുത്തു. പിന്നെ അത് ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരുന്നു 25 വർഷം മുമ്പുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ? എങ്ങനെയായിരുന്നു ജോലിയിലേക്ക് തെരഞ്ഞെടുപ്പ്? എനിക്ക് എംപ്ലോയ്മെന്റ് ഒരു ആപ്ലിക്കേഷൻ അയച്ചു തന്നു. അങ്ങനെ മാനന്തവാടി പോയി ഇൻസ്പെക്ടറെ അടുത്തുനിന്ന് അവിടുന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ നടത്തി. സൈക്കിൾ ബാലൻസ് ഒക്കെ വേണമായിരുന്നു, അതൊക്കെ ചെയ്തു. അങ്ങനെ ആണ് കിട്ടിയത്. ഇപ്പൊ 25 വർഷമായി ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നു. ഈ ജോലി ചെയ്യുന്നതില് പൂർണ്ണ സംതൃപ്തിയാണോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം? സംതൃപ്തി എന്ന് പറഞ്ഞാല് ജോലി ചെയ്തപ്പം ഇതായിരുന്നു. പക്ഷെ നമുക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് വിരമിച്ചതിന് ശേഷം. വിരമിച്ചതിന് ശേഷം ഒന്നുമില്ല. നമ്മളിപ്പം ഡെയിലി വേജസിന് പണിക്ക് പോകും പോലെ ഉള്ളൂ. അതിലപ്പുറം വേറൊന്നും ഇല്ല. വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും പണി നോക്കേണ്ട സ്ഥിതിയാണ്. ഇപ്പം ഒരു 25 വർഷം എന്നെല്ലാം പറയുമ്പോ അത്രയും വർഷം വർക്ക് ചെയ്തിട്ടേ നമ്മൾ പിരിഞ്ഞു പോരുമ്പോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഏത് സ്ഥാപനത്തിലായാലും നമുക്ക് എന്തായാലും ഒരു പൈസ കിട്ടുമല്ലോ. ഇതായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഇല്ല മാറ്റവും കയറ്റവും ഇറക്കവും ഒന്നുമില്ല. പോഷുവാൻ എന്നും പോഷുവാൻ തന്നെ. പ്രൊമോഷൻ അങ്ങനെയൊന്നുമില്ല? പ്രൊമോഷൻ ഒന്നുമില്ല. ഇതിന് പ്രൊമോഷൻ ഒന്നുമില്ല. നമ്മള് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കയറുവാണെങ്കിൽ പറ്റും. അതിപ്പോ ഒരു 5 വർഷം 5 വർഷമായിരുന്നു ആദ്യം. നമ്മള് പോസ്റ്റ്മാനായിട്ട് സാധാ പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചിൽ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ടെസ്റ്റ് എഴുതി പോകാൻ പറ്റുള്ളൂ. ടെസ്റ്റ് എഴുതി ഡിപ്പാർട്ട്മെന്റിൽ കയറിയാൽ ശമ്പളമുണ്ട്. 30-35 വർഷത്തെ സർവീസ് വേണം പെൻഷൻ കിട്ടണമെങ്കിൽ. അതെ അല്ലേ? ഡിപ്പാർട്ട്മെന്റിലായാലും. ഡിപ്പാർട്ട്മെന്റിൽ കയറിയാലും 30 വർഷത്തിന് മേലെ സേവനം ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പോ 25 വർഷം മുമ്പേ ഈ ഒരു ജോലിയിൽ കയറിയതാണല്ലോ. അപ്പോ ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ടാകും. ഒരുപാട് കത്തുകൾ കൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ തോൽപ്പെട്ടി മേഖലയിൽ കത്ത് കൊണ്ട് കൊടുത്തപ്പോൾ ഉള്ള ആ ഒരു അനുഭവം ഓർമ്മയൊക്കെ ഒന്ന് പറയാമോ? തോൽപ്പെട്ടിയില് ആനക്കാട്ടിന്റെ ഉള്ളിൽ കൂടി ആയിരുന്നു ഞാൻ 1 മാസം അവിടെ വർക്ക് ചെയ്തുള്ളൂ. എന്നാലും അത് ആന നമ്മള് പോകുമ്പോ മറ്റേ അവരുടെ തോട്ടങ്ങളല്ലേ, ഗൗഡരുടെയൊക്കെ തോട്ടങ്ങളാ, ഏക്കർ കണക്കിന് തോട്ടം. അതിന്റെ ഉള്ളിൽ കൂടെ വേണം പോവാൻ. ആന തുണ്ടൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും. നമ്മളെന്നാലും ഇങ്ങനെ പോകുന്നു. അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. ആനക്കാട്ടിൽ കൂടെ ആയിരുന്നു അന്നത്തെ വർക്ക് പണി മൊത്തം.
അവിടെ നിന്ന് തോൽപ്പെട്ടി അങ്ങ് എറണപ്പാറ അവിടെ വരെ പോണായിരുന്നു. ആഹാ. പേടി തോന്നിയിരുന്നോ അതോ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ പോകുമ്പോ ഇങ്ങനെ ആന കൊണ്ടോക്കിട്ട് പോയി അഭി പറക്കുന്നുണ്ടാവും, നമ്മളതിന്റെ സൈഡിൽ കൂടെ എങ്ങനെ കടന്നു പോകും. അതെല്ലേ, ആരും ഉണ്ടാവില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നമുക്കൊന്നും അങ്ങോട്ട് പോകുമ്പോഴേ തോട്ടമാണ്, കാപ്പിത്തോട്ട. അങ്ങനത്തെ ഉള്ള തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഞാൻ 1 മാസമേ അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പോരും. പിന്നെ അവിടെ വീടുകൾ അടുത്തടുത്തുണ്ടായിരുന്നോ? അവിടെ വീടുകളും അകലെയാ. ഈ തോട്ടമായോണ്ട് 10-25 ഏക്കർ തോട്ടങ്ങളും ഇങ്ങനെ കിടക്കുന്ന. അത് കഴിഞ്ഞ് അവിടുത്തെ പിന്നെ പാടി കാര്യങ്ങളും ഒക്കെയാണ് അവിടെ. പിന്നെ ഇവരുടെ ഗോഡം ബംഗ്ലാവ് തോട്ടത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവുക. അടുത്തടുത്ത് വീടുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ കുറഞ്ഞ സ്ഥലത്തുണ്ട്. പിന്നെ ഈ തോട്ടമാണ്. പിന്നെ തോട്ടം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാലേ. അപ്പൊ ആ സമയത്ത് നടന്നാണോ പോയിരുന്നത് അതോ സൈക്കിളിലായിരുന്നു? അല്ല, നടന്നു തന്നെയായിരുന്നു. അവിടെ നിന്ന് നടന്നു തന്നെയാ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് കട്ടയാടേക്ക് വരുന്നത്. അപ്പൊ തോൽപ്പെട്ടിയില് ജോലി ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കട്ടയാട് കുറച്ചുകൂടി എളുപ്പമായിരുന്നിരിക്കണം അല്ലേ? എളുപ്പമായി. കട്ടയാട് എളുപ്പമായി. കുറച്ചടുത്തടുത്ത് വീടുണ്ട്, റോഡും സൗകര്യം ഒക്കെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. അറിയുന്ന ഒരു ഏരിയ ആയിരുന്നോ ചേട്ടൻ ആദ്യമേ? അല്ലല്ല, അറിയുന്ന ഏരിയ ഒന്നുമല്ല. നമ്മളിവിടെ ഈ തൊണ്ടനാട് കരിമ്പിലായിരുന്നു താമസം. പിന്നെ അങ്ങോട്ടൊന്നും അങ്ങനെ നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ മാനന്തവാടി പോയാലായി, അങ്ങനെയുള്ളൂ. പക്ഷെ അവിടെ എത്തി പിന്നെ 1 മാസം 2 മാസം കൊണ്ട് എല്ലാം പഠിച്ചെടുത്തു. അപ്പോ ചേട്ടൻ ഇപ്പോഴും പോയി വരികയാണോ തൊണ്ടർനാടിന്ന് ഇവിടേക്ക്? ഇപ്പം ഞാൻ ഒരു 4 വർഷമായി സ്കൂട്ടി സ്കൂട്ടിയുണ്ട്. എന്നാലും കുറച്ച് ദൂരം ഉണ്ട് അല്ലേ കട്ടയാടേക്ക് വരാൻ വേണ്ടിട്ട്? കട്ടയാടേക്ക് ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്ററോളം പോണം. അപ്പൊ ദിവസവും പോയി വരികയാണ്. അപ്പൊ അന്നത്തെ ദിവസം മുഴുവൻ ദിവസവും പോയി വരാം. രാവിലെ പോവും, ഉച്ചയാകുമ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് പണി കഴിയും. അപ്പോ ഈ ഒരു സമയം എന്തായാലും ബാക്കി ഒരു സമയം കിട്ടില്ല അല്ലെ, വീടിന് അടുത്താവാത്തത് കൊണ്ട് മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി? അവിടെ നിന്ന് ഇവിടെ വന്ന് ഇന്നൊരു പണി നടക്കൂല. എന്നാലും വെയില് പിന്നെ മഴയായി കഴിഞ്ഞാൽ മഴ തന്നെയല്ലേ, ഇന്നൊരു പണി ഇവിടെ വന്ന് നടക്കൂല. ഇതുകൊണ്ടുള്ള ഇത് തന്നെ നടക്കുള്ളൂ ജീവിതം. ഇനിയിപ്പോ റിട്ടയർമെന്റ് ആവാൻ പോവാണല്ലോ, അപ്പൊ എന്താണ് വിശ്രമ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മറ്റു മേഖലകളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടോ അതോ വിശ്രമാണോ ഉദ്ദേശിക്കുന്നത്? വിശ്രമിച്ചോണ്ടിരുന്നിട്ട് കാര്യം ചെലവ് ചെയ്യണമെങ്കിൽ അടുത്ത മേഖലയിലേക്കൊക്കെ ഇറങ്ങേണ്ടി വരും. കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയൊന്നുമില്ല, നമുക്ക് സ്ഥലം വളരെ കുറവ്, 10 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു ജോലി നോക്കേണ്ട അവസ്ഥയാണ് അല്ലേ ഇപ്പൊ നിലവിലെ സാഹചര്യം വെച്ച്? നിലവിലെ സാഹചര്യം വെച്ച് എന്തെങ്കിലും ഒരു ജോലി നോക്കണം. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, ഇപ്പൊ പാഴ്സലുകളാ കൂടുതൽ വരുന്നത് എന്ന് എല്ലാരും പറയുന്നു. പണ്ടാണെങ്കിൽ കത്തുകളും രജിസ്ട്രേഡുകളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ടുകൊടുത്ത ഒരു ഓർമ്മ ഒക്കെ എങ്ങനെയാണ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം? കത്തുകളായിരുന്നപ്പം പിന്നെ വലിയൊരു വിഷമം ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പാർസലുകളായതുകൊണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടുപോക്കിച്ചിരി ഇപ്പം വിഷമം തന്നെയാ. പണ്ട് നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാമായിരുന്നു. ഇന്നിപ്പം വണ്ടിയിലാണെങ്കിൽ തന്നെ കൊണ്ടുപോക്കാൻ പാടാ. ലോഡ് കണക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് പാർസലുകൾ. കത്തുകൾ പണ്ടൊക്കെ പിന്നെ കത്തുകൾ ഗൾഫിന്റെ കത്തും മറ്റുള്ള കത്തുകളൊക്കെ വരുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ നോക്കി നിൽക്കും. കത്ത് വരുന്നത് അന്വേഷിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ പാർസൽ നമ്മൾ വിളിച്ച് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പൈസയും വാങ്ങി കൊണ്ടുവരണം. പാർസൽ വലിയ വലിയ പാർസലുകളാണ് വരുന്നത്. വണ്ടികൾ സ്കൂട്ടികൾ വരെ കൊണ്ടുപോകാൻ പറ്റാത്ത പാർസലുകളാണ് വരുന്നത്. പോസ്റ്റൽ വഴി വരുന്നത് അല്ലേ? പോസ്റ്റൽ വഴി വരുന്നത്. അപ്പൊ അവര് വന്ന് കളക്ട് ചെയ്യുന്ന രീതിയില്ല, നിങ്ങൾ കൊണ്ടു കൊടുക്കണം എന്ന് തന്നെയാണ് അല്ലേ? എത്ര വലുതാണെങ്കിലും കൊണ്ടു കൊടുക്കണം. അതെ. ചിലര് വരും, നമ്മള് വിളിച്ചാല് ചിലര് വന്ന് കളക്ട് ചെയ്യും. ആൾക്കാർ കൊണ്ടുചെല്ലാൻ പറയും. അപ്പൊ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവുകയാണോ ചെയ്തത് എളുപ്പമാവുകയാണോ ചെയ്തത് ഈ പോസ്റ്റ്മാൻമാരുടെ ജോലി? കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി. ഈ പാർസലുകളൊക്കെ വന്നപ്പം പിന്നെ ഇപ്പം നമ്മൾ ഈ വണ്ടി പോകാത്ത വഴിയൊക്കെ ആണെങ്കിൽ ചോന്ന് കൊണ്ടുപോകണ്ടേ. അത് വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെയാ വരുന്നത്. പണ്ട് ഈ കത്തുകളൊക്കെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന കത്തുകളും മണി ഓർഡറുകളും ഒക്കെ കൊണ്ടു കൊടുത്ത ഓർമ്മകളുണ്ടോ? ഉണ്ട്. അന്നിപ്പം വിദേശത്തുനിന്ന് കത്തൊക്കെ വന്നാൽ ചെക്കൊക്കെ ആയിരിക്കും വരും. അതൊക്കെ നോക്കി നമ്മള് ചെല്ലുന്നത് നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മണി ഓർഡറുകളാണേലും അതുപോലെ ദൂര സ്ഥലത്തു നിന്നൊക്കെ മണി ഓർഡർ അയക്കുന്നൊക്കെ അവര് കാത്തിരിക്കാറുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷാണോ ചേട്ടനെ വഴിയിലൂടെയൊക്കെ പോകുമ്പം തടഞ്ഞു നിർത്തി വന്നോന്ന് അന്വേഷിക്കാറൊക്കെ ഉണ്ടോ? എല്ലാരും അന്വേഷിക്കും. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എല്ലാരുമായിട്ടും ഭയങ്കര ലോകിയാണ്. അപ്പൊ ഇനിയിപ്പം റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കട്ടയാട് പ്രദേശവുമായിട്ടുള്ള ഒരു ബന്ധം വിട്ടുപോവില്ലേ? ദൂരെയാണല്ലോ. ദൂരെയാണ്, എന്നാലും ഇടയ്ക്ക് പോകാം. അവിടെ ആയതുകൊണ്ട്. ഇപ്പോ ആ ഒരു സ്ഥലത്തെ എല്ലാവരുമായിട്ട് ചേട്ടന് പരിചയമായോ?
എന്റെ വീട്ടിൽ ഞാൻ പോകുന്ന വീട്ടിലുള്ള എല്ലാവരുമായിട്ടും പരിചയമുണ്ട്. അതെ അല്ലേ? ഞങ്ങൾ രണ്ടാളുണ്ട്. ഒരാള് ജോർജ് എന്ന് പറഞ്ഞാണ്, ഇതിനു മുമ്പ് അവിടെ മാറ്റലിയിൽ വന്നായിരുന്നു. പരിപാടി ചെയ്തിരുന്നു. ജോർജ് ഒക്കെ ഞങ്ങൾ രണ്ടാളുമാണ്. അപ്പൊ എന്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ എനിക്കറിയാം. രണ്ട് സെക്ഷനായി തിരിഞ്ഞാണ് അല്ലേ പോകുന്നത്? തങ്കച്ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ആണോ? അപ്പൊ അവരൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ? നമ്മൾ ഈ ലീവുകളൊന്നും പലപ്പോഴും കിട്ടാറില്ല എന്ന് പറയാറുണ്ട് എല്ലാവരും. കുടുംബത്തിന്റെ കാര്യം ഒന്നും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തത് എന്നുള്ളത്. അപ്പൊ അതെന്താണ് ചേട്ടൻ അതിനെ പറ്റി പറയാനുള്ളത്? അതെ, അത് ശരി തന്നെയാണ്. നമുക്കിപ്പോ അത്യാവശ്യം ഒരു ലീവ് വേണമെങ്കിൽ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. പകരത്തിന് ഒരാളെ വെക്കണം. മറ്റുള്ളവരുടെ മാതിരിയല്ല. മറ്റുള്ളവർക്ക് ഇപ്പൊ ലീവ് എടുക്കുമ്പോൾ മറ്റുള്ള സർക്കാർ ഓഫീസിലൊക്കെയാണെങ്കിൽ ലീവ് എടുക്കുമ്പോൾ ലീവ് എഴുതി വെച്ച് പോവാലോ. ഞങ്ങളിപ്പം പകരത്തിന് ഒരാളെ ആക്കണം. ആളെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലീവ് കിട്ടൂല, ലീവ് എടുക്കാൻ പറ്റില്ല. അതും അറിയുന്ന ആളും ആയിരിക്കണം. നമ്മളിപ്പോ ഒരാളെ പഠിപ്പിച്ചുകൊണ്ട് വന്നാല് റൂട്ടൊക്കെ പഠിപ്പിച്ച് ഇതൊക്കെ പഠിപ്പിച്ച് വെച്ചാലോ അവൻ ഏതിലും പോയാൽ പിന്നെ നമുക്ക് വീണ്ടും ഒരാളെ പഠിപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കൃത്യസമയത്ത് നമുക്ക് ചിലപ്പോൾ ലീവിന് ആളെ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിന്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് കത്ത് കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ദിവസവും മെയിൽ വരുമ്പോ അതുകൊണ്ട് കൊടുക്കണം. അപ്പൊ അത് അറിയുന്ന ആളും ആയിരിക്കണം. അറിയാത്ത ആളെ ഏൽപ്പിച്ചിട്ട് കൊടുക്കല് നടക്കൂല. അപ്പൊ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ലീവിന് ഉള്ളൊരു ബുദ്ധിമുട്ട്, അത് ബുദ്ധിമുട്ട് തന്നെ. അപ്പൊ ഇനി എന്തായാലും ഭാവിയിലേക്കെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പോസ്റ്റൽ മേഖലയിൽ ഇത്രയേറെ വലിയൊരു സേവനം 10-26 വർഷമായിട്ട് ചെയ്യാണ്. 10-30 വർഷമായവരും 45 വർഷമായവരും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? അതെ, പ്രതീക്ഷിക്കാം. പക്ഷെ അതൊരു പരിഗണന കിട്ടുമെന്ന് തോന്നുന്നില്ല. എത്ര കാലമായാലും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിനൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ കുറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തത്, പക്ഷെ ഒരു മാറ്റവും വന്നില്ല. കാലമായിട്ട് ഇത് തന്നെയാണ് സ്ഥിതി. ഇതിന്റെ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പം ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു നമുക്ക് വിചാരിക്കാം. അതെ, പോസ്റ്റൽ മേഖലയിൽ ഇതുവരെ ഒരു മാറ്റവും വന്നില്ല. വന്നുകൂടായികയില്ല ഭാവിയിലേക്ക്. അതെ, ഒരുപാട് സന്തോഷം തങ്കച്ചൻ ചേട്ടാ. ഒരുപാട് സ്നേഹം റേഡിയോ മാറ്റുലിയിലെ ഈ ഒരു അഞ്ചലോട്ടം എന്ന പരിപാടിയിലൂടെ ചേട്ടന്റെ വിശേഷങ്ങളും പോസ്റ്റൽ മേഖലയിലെ അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചതിന് നന്ദി. താൻ ചെയ്ത ജോലിയെ അത്രമേൽ സ്നേഹിക്കുമ്പോഴും വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോകുന്ന ഒരാളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. അഞ്ചലോട്ടത്തിൽ ഇന്ന് ശ്രോതാക്കളെ പരിചയപ്പെടുത്തിയത് തൊണ്ടർനാട് കരിമ്പിൽ സ്വദേശിയും വെള്ളമുണ്ട കട്ടയാട് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനുമായ KC തങ്കച്ചനെയാണ്. ഇന്നത്തെ അഞ്ചലോട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4.